ഈ കാർഡ്ബോർഡ് കൊണ്ടൊരു വാൾ ഡെക്കോർ ചെയ്തെടുത്താലോ? അതിനുവേണ്ടി ഞാനിത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്ത് ഇതുപോലൊരു ചിത്രം വരച്ച് അതും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ 2 സെറ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ കാർഡ്ബോർഡിലേക്ക് ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് നീല പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ക്ലൗഡ് വരച്ചു കൊടുത്തു. ഒരു 2-3 ക്ലൗഡ് മാത്രമേ ഞാൻ വരച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതുപോലൊരു ഫോം റോൾ പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് ക്ലൗഡ് വരച്ച് അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിന് ഈ ഒരു വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കണം. പിന്നെ അതിലേക്ക് ഇതുപോലെ 2 പീസ് വൂളൻ ത്രെഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ആദ്യം മുറിച്ചെടുത്ത ആ കളർ പേപ്പേഴ്സ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത ശേഷം ഈ ഒരു ഷേപ്പിൽ ആ കാർഡ്ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ താഴെയായി നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത ആ കാർഡ്ബോർഡ് പീസ് കൂടി ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇപ്പം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഒരു 4 പീസ് വൂളൻ ത്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ 2 എണ്ണം ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം മുറിച്ചെടുത്ത ഈ ക്ലൗഡ് കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാർഡ്ബോർഡിന് ചുറ്റും ഒന്നുകൂടി പേപ്പർ ഒട്ടിച്ചു കൊടുത്ത് നീല പെയിൻറ്റ് കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.